വെള്ളത്തിൽ കാല് ചവിട്ടല്ലേ. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് താങ്കൾ രേണുവിന്റെ ഭാഗത്ത് കൂടുന്ന വലിയും ഇന്ന് തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് രേണുവിനെ ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതിന്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. അതാണ്, ഞാൻ രേണുവിനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട് എന്നല്ലേ. എന്തിന് രേണുവിനെ താങ്കൾ പേടിക്കണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ താങ്കൾ പറയുന്നതെല്ലാം കേട്ട് വേണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടാം, ഫിറോസ് ഭായി കേട്ടില്ല, ഫിറോസെ അടിപൊളി കേട്ടാ, ഫിറോസ് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ, ഫിറോസെ അവളുടെ മോന്തൊക്കെ ഇട്ട് കൊടുക്കണം, ഫിറോസ് ഇതാണ് മറുപടി, ഫിറോസെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് അതിൻ്റെ അകത്ത് കൊണ്ടു. ഇതുപോലെ എനിക്കും കൊടുക്കാം. പക്ഷേ അതുകൊണ്ടായോ സൂക്ഷിച്ച് പറ. അതുകൊണ്ടാണ് പറയുന്നത് ചില കാര്യങ്ങൾ എവിടെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാലും രേണുസുതി 2 കോടി കൊടുക്കണം, രേണുസുതി 1 കോടി കൊടുക്കണം, രേണുസുതി 3 കോടി കൊടുക്കണം. നാണോ മാനോ എളുപ്പമുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് അതേ ചോദിക്കാനുള്ളൂ. ഈ 2 കോടിയൊക്കെ ആ പെണ്ണിനെ കൊണ്ട് താങ്ങുമോ? എനിക്ക് തോന്നില്ലായിരുന്നു. നിങ്ങൾ ഇനിയിപ്പോൾ 2 കോടി ഉറുപ്പ്യൻ്റെ കേസും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ പെണ്ണ് എവിടെ നിന്ന് കൊടുക്കാനാണെന്ന് നിങ്ങൾ വിചാരമോ? ഇനി കോടി വന്നാലും ചിലപ്പോൾ എടുത്ത് പിടിച്ച് ജയിലിടുമായിരുന്നു, അത്രയല്ലേ ചെയ്യുള്ളൂ. അത് കിടക്കാനും തയ്യാറായിരിക്കുമായിരുന്നു. എന്നാലും അതിന് റീച്ച് അല്ലാതെ അതൊരിക്കലും കുറയാൻ പോകുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി, ഈ വെറുതെ കിടന്നിട്ട് 2 കോടി 3 കോടി എന്ന് പറയാതെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങ് പോയി കെടുക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നടപടി എടുക്കുക. അല്ലാതെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തീട്ടംപാരി എറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, വല്ല പ്രയോജനമുണ്ടോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എപ്പം നോക്കിക്കഴിഞ്ഞാൽ രേണുസുതിയാണെങ്കിൽ അതിനപ്പുറത്ത് ഒന്ന് ഇവിടുന്ന് കിട്ടുന്നുണ്ടോ അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ മറ്റുള്ളവരെന്താ, ഇതൊരു മഹാഭാരത യുദ്ധം പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു കുറച്ചൊരു സാമാന്യ മര്യാദ ഉണ്ട് നിങ്ങൾക്കറിഞ്ഞ് ഒരു ഇപ്പൊ അച്ഛൻ പിന്മാറിയിട്ടാ, അച്ഛൻ പറയുന്നത് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്റെ അഭിപ്രായത്തിൽ രേണുസുതി പോയിട്ട് ഉള്ള കാര്യം പറയാലോ, ബിഷപ്പിനെ അങ്ങനെ പറഞ്ഞ് ഇനി രേണുസുതി പോയിട്ട് മാപ്പ് ചോദിക്കണം, അത് ഉറപ്പാണ്. കാരണം ഒരാളെ അങ്ങനെ ബിഷപ്പാമ്പ് എന്നൊന്നും പറയാൻ പാടില്ല. കാരണം പ്രത്യേകിച്ച് അച്ഛനാ, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങേരെ പോയിട്ട് ബിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തെറ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ പറയേ, ഫിറോസിന് എതിരെ വന്ന ഒരു ആരോപണമുണ്ട്. അതായത് ഫിറോസിന്റെ ചാറ്റും കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോ ഫിറോസ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടു. അതിൻ്റെ അകത്ത് ഫിറോസ് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫിറോസിനോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു ഫിറോസെ, നിങ്ങൾ ഇങ്ങനെയൊന്നും വന്നിട്ട് മെഴുകരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങളുടെ ചാറ്റ് ഇപ്പൊ രേണുസുതി അങ്ങനെയൊന്ന് പറഞ്ഞു, അത് ശരിയാണ്. അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ കടമ തന്നെയാണ്. രേണുസുതി എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്ന് രേണുസുതിയോട് നിങ്ങൾ ചോദിക്കുക തന്നെ വേണം. അത് ശരിയാണ്. അത് രേണുസുതിയോട് കൃത്യമായിട്ട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം, രേണു നീ എങ്ങനെയാണ് അങ്ങനെ അർത്ഥം പറഞ്ഞത്? അതായത് ഫിറോസിക്ക ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഞാൻ പറയാലോ, ഒരു ബോധമുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നി എന്താണെന്നറിയാം, ഫിറോസ് എന്തോ അനാവശ്യമായിട്ട് ഇവരോട് ചാറ്റ് ചെയ്തിട്ട് അങ്ങനെയാന്ന് ചില ആൾക്കാർ വിചാരിക്കുക. ചിലപ്പോൾ അങ്ങനെയുണ്ടോ എന്നുള്ള സംശയവും കൂടി വരും. അപ്പൊ ഫിറോസിന്റെ വാക്ക് കേട്ടപ്പോഴേ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ, ഫിറോസ് ഇപ്പൊ നമ്മുടെ വിവിയോട് പറയുന്നതാണ്, അതായത് പിന്നെ ഒരുപാട് പേര് ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വന്നിരുന്നു ഈ വീടിന്റെ. സുരേഷ് ഗോപി, സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 24. ആദ്യം തന്നെ ഞാൻ വീണ്ടും ചോദിക്കുവാണ്, എൻ്റെ പൊന്നു ഫിറോസയെ, ഈ 24ന്റെ ഗോകുലം ഗോപാലാട്ടിന് നിങ്ങൾ വെക്കുന്ന പോലെയുള്ള 100 വീട് വെച്ച് കൊടുക്കേണ്ട ആസ്തിയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഗൾഫാർ മുഹമ്മദ് അലിക്കും ഉണ്ട്. ഇവർ 2 മുതലാളി കൊമ്പന്മാർ അവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഇമാതിരി തൊട്ടിത്തരം ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. അതായത് നിങ്ങൾ ചെയ്തു വെച്ച് കൊടുക്കുന്ന വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ന വീട് തന്നെയാണ്. ബോധമുള്ളവന്മാർക്കെല്ലാം മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട് 10-20 ലക്ഷം ഉറുപ്പ്യൻ്റെ വീട് ഒരു 6 മാസം കൊണ്ട് വെള്ളം തെച്ച് ഉള്ളിലേക്ക് വീഴുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്ത് വീടാണ് എടുത്ത് കൊടുക്കുന്നത്? അതുപോലെ തന്നെ നിങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഇത് നാട്ടുകാരെ വൈശ്യല്ല. ശരിയാണ്, നാട്ടുകാരെ വൈശ്യല്ല. അപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിലുള്ളൊരു കൂട്ടായ്മ ഉണ്ട് എന്ന്. ആ ഞങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മ ആരാണ്? നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ നിങ്ങളെ നല്ല രീതിയിൽ ബലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു ചാനലിൽ പറയുന്നത് കേട്ടിയാണ്. കാരണം ഇതെങ്ങാനും ഇനിയിപ്പോഴും വേറെ ആരെങ്കിലും ഈ വീട് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിറോസിന്റെ അടപ്പ് തള്ളുന്നത്. കാരണം ഫിറോസിന്റെ പിന്നെ ഒരു കമ്പനിയുടെ ക്വാളിറ്റി ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഫിറോസാണ് നിർണ്ണയിക്കേണ്ടത്. അതായത് ഇമാതിരി വീടൊന്നും ആർക്കും എടുത്തു കൊടുക്കരുത്. ആ വീടിന് നല്ല പാളിച്ചുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇനി എന്തോന്ന് നിങ്ങൾ വീണ് ഉരുണ്ട് കളിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ലോക്കൽ മെറ്റീരിയൽ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തോ ഒരു പണി ആ വീട്ടിൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇമാതിരി ആരും ഇങ്ങനെയൊന്നും പറയില്ലല്ലോ. തീയില്ലാണ്ടൊന്നും പുകയുണ്ടാവില്ല. അത് ചെയ്തു കൊടുക്കുന്നതിന് പകരം അവരെ സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കാനും അതുപോലെ തന്നെ അവരെ മോശക്കാരാക്കാനും എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. ഞാനും ശ്രമിച്ചിട്ടുണ്ട്. ഞാനും ഒരുപാട് ഈ വീടിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ട് അവരെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി, അതായത് ഇവരോടാണോ നമ്മൾ യുദ്ധം ചെയ്യുന്നത്? അതായത് ഈ രേണുവിനോട് എന്തിനു നമ്മൾ യുദ്ധം ചെയ്യണം? നമുക്കെന്താ അതിൻ്റെ ആവശ്യം?
നമുക്ക് അതിനൊരു ആവശ്യമില്ല. ഇനിയിപ്പോൾ അവർ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഫിറോസിനെതിരെ അവരിപ്പോ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടു, ശരിയാ ഫിറോസ് കാ എന്നല്ല, അതിൽ ഒരുപാട് ഡബിൾ മീനിങ് ഉണ്ട് നമുക്കറിയാം. അപ്പൊ അത് തെളിയിക്കേണ്ടത്, അത് പറയേണ്ടത് ഫിറോസ് ഡയറക്റ്റ് വിളിച്ചോ പറയണം, നിങ്ങൾ എന്തോ എന്നെ ഇങ്ങനെ പറഞ്ഞിട്ടൊരു ഇതിട്ടത്, എന്ത് മോശമായ കമന്റാണ് ഞാൻ ഇട്ടതെന്ന് ചോദിക്കണം കൃത്യമായിട്ട്. അങ്ങനെ ചോദിച്ചിട്ട് വേണം അത് മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യണം. അതാണ് വേണ്ടത്. രേണുസുതി പറയണം, ഇതിന് മറുപടി പറയാൻ രേണുസുതിയാണ് ബാധ്യസ്ഥ. എന്ത് കമന്റാണ് നിങ്ങൾക്ക്, എന്താണ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്തത്, എന്ത് തരത്തിലുള്ള ചാറ്റാണ് ചെയ്തത്? അയാൾക്കൊരു കുടുംബം ഇല്ല, അയാൾക്ക് മക്കളും ഭാര്യയെല്ലാം ഇല്ലല്ലേ. അപ്പൊ രേണുസുതി അങ്ങനെ ഇല്ലായ്മ അങ്ങനെ പറയരുതല്ലോ. എന്താണ് ചാറ്റ് ചെയ്തത്, എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായിട്ട് പറയണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്കൻ ചേട്ടനെ തെറിവിളിച്ച കാര്യവും പിന്നെ ഫിറോസ് പറയുന്നുണ്ട്. തങ്കൻ ചേട്ടനെ തെറിവിളിച്ചത് തെറ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചരിത്രത്തിലെ തങ്കൻ ചേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ല. ഈ സുധി ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളാരും തങ്കൻ ചേട്ടനെ കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും സുധീന്റെ മക്കൾക്കും സുധിക്കും വീട് വേണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ തങ്കൻ ചേട്ടന് വീട് വേണമെന്നൊന്നും ഇവിടെ ആരും ആഗ്രഹിച്ചിട്ടുമില്ല. ഇനി കൊടുക്കുകയും വേണ്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ തങ്കൻ ചേട്ടൻ എന്തിന് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി? തങ്കൻ ചേട്ടൻ നിങ്ങളെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നേരെ കൊണ്ടുപോയിട്ട് നിങ്ങൾ അയാളോട് പറഞ്ഞു തീർത്ത് കേസ് കൊടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, തങ്കൻ ചേട്ടനെ വിളിച്ച് പറയടോ താനും ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, പിന്നെ എന്തിനാ എന്നോട്? അത് കൃത്യമായിട്ട് ചോദിക്കാം. പിന്നെ തങ്കൻ ചേട്ടനെ നാറിന്നൊക്കെ വിളിക്കുമ്പോൾ ഫിറോസ് നിങ്ങളുടെ നിലവാരം എന്താണ്? നിങ്ങളൊരു മുതലാളി ഇല്ലൊന്നില്ലെങ്കിൽ, നിങ്ങളൊന്നുമില്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണ്, ഒരുപാട് പേര് ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരുപാട് പേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള നിങ്ങൾ പോയിട്ട് ഒരാളാ ഇതുപോലെയുള്ള തെറികൾ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. നിങ്ങളിനി എന്തോ ആ ഒരു വീഡിയോ, ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ കുറ്റബോധങ്ങൾ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ കുറ്റബോധങ്ങളുണ്ട്, നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അടുക്ക കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതും പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ആ പറയുന്ന വാക്കിൽ ഒരാത്മാർത്ഥത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ തന്നെ പറയുന്നില്ലേ, ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പിന്നെ കൂട്ടായ്മ വെച്ച വീടാണ്. അങ്ങനെ കൂട്ടായ്മ വെക്കുമ്പോൾ ഫിറോസ് എങ്ങനെയാണ് ഇതിന് ഒരു പ്രശ്നം വന്നത്? അത് വരാതിരിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടായ്മേൻ്റെ ഒരു ഇതല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങളെ ആരോ മുക്കിയിട്ടുണ്ട്. അതെന്തുകൊണ്ട് തുറന്നു പറയുന്നില്ല? നിങ്ങളുടെ ആ ഒരു സാധനം മെറ്റീരിയൽ അത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ അല്ല, ആരോ അത് ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. അയാളെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളെല്ലാവരും വിചാരിച്ചത് എന്താ, സുഖല്ല സുധിക എന്ന് പറയുന്നത് ഒരുത്തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കും ഇങ്ങനെയുള്ള വീട് മതി. ഇതാകുമ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന പരസ്യം എന്ന് പറഞ്ഞാൽ കോടികൾ കൊടുത്തു കഴിഞ്ഞാലും ഇമാതിരി പരസ്യം കിട്ടൂല. ഒരാൾ പോലും അറിയാതിരുന്ന ഫിറോസിന് ഇപ്പം ലോകം തെച്ചും അറിയുന്നുണ്ടെങ്കിൽ അത് രേണുസുതിയും കൊല്ലംസുതിയും കാരണം തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പൊ ശ്രീകണ്ഠൻ നായരോ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് വീട് വെച്ച് കൊടുക്കാൻ നോക്കുന്നതെങ്കിൽ അവരെ മാത്രമേ അറിയപ്പെടുള്ളൂ, അല്ലാതെ ഒരിക്കലും അല്ല. പക്ഷെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, ഈ വീട് എടുക്കുമ്പോൾ മുതൽ ഒരു വിവാദം ഉണ്ടാക്കാനും അതിലൂടെ ഒരു ശ്രദ്ധ കിട്ടും എന്നും ഫിറോസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതും കൂടി പറയാം. അതായത് ആദ്യം മുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് പലരും വരുമ്പോൾ ഇപ്പൊ 15,000 ഉറുപ്പ്യ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഹോം ടൂർ ചെയ്യിക്കൊള്ളൂ എന്ന് രേണു വിളിച്ചു പറഞ്ഞപ്പോൾ പോലും ഫിറോസിന് അവിടെ ഒരു ബിസിനസ് കണ്ടു. ഫിറോസ് അതാണ് സത്യമല്ലേ ഫിറോസ് സത്യമല്ലേ? അതായത് രേണു സുധി നിങ്ങൾ എടുത്തു കൊടുത്ത വീട് നിങ്ങൾ വിളിച്ചു പറയുന്നു, രേണു സുധി രേണു നാളെ ഒരാൾ വരും ഒരു ഫോട്ടോൻ്റെ, അപ്പോഴും നിങ്ങളൊന്ന് എടുക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്ദിയില്ലാത്തവരാണോ ഫിറോസെ രേണു? അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് അത് പുറത്ത് അന്ന് തന്നെ പറഞ്ഞ് റെഡിയാക്കേണ്ടതല്ലേ, അന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ലേ. ഞാനാണ് നിങ്ങൾക്ക് വീടെടുത്ത് തരുന്നത്, എൻ്റെ കസ്റ്റഡിയിലാണ് വീട്, നിങ്ങൾക്കെന്ന് പറയേണ്ടതില്ലായിരുന്നോ? നിങ്ങളത് ഇപ്പോഴും വന്നും പിന്നീടും അത് ഒരുപാട് വിവാദമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരുടെയും ലക്ഷ്യം ഫെയിമ് മാത്രമാണ്. അല്ലാതെ എന്ന് പറഞ്ഞിട്ട് രേണു സുധീനെ നന്നാക്കാനോ അല്ലെങ്കിൽ ഫിറോസിനെ നന്നാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നോവൽ അച്ഛനെ നന്നാക്കാനോ ആരും നിൽക്കുന്നില്ല. എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ നിലനിൽപ്പും അവനവൻ്റെ ഫെയിമും മാത്രമാണ്. ആ ഒരു തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നും ബാക്കോട്ട് അടിച്ചത്. കാരണം ഞാൻ ഇനി രേണുവായിട്ട് യുദ്ധത്തിലെ കാര്യം പറയൂ. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഫിറോസിന്റെ ചാറ്റ് പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. ആ ചാറ്റ് എങ്ങനെയുള്ളതാണെന്ന് ശരിക്കും രേണു തന്നെ ഇനി മറുപടി പറയണം. അതായത് അയാൾക്ക് കുടുംബമുള്ളതല്ലേ, അയാൾ അങ്ങനെ വെറുതെ പറഞ്ഞേക്കലാണോ? അതുപോലെ രേണു അച്ഛനെ വിളിച്ച കാര്യങ്ങൾ അതിലും ഞാൻ ഉറച്ചു കേൾക്കുന്നത്. അതായത് അച്ഛനോട് മാപ്പ് പറയുക തന്നെ വേണം, വളരെ മോശമാണ്, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അതുകൊണ്ട് ഫിറോസിനോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ ഈ വിഷയം ഇവിടെ വെച്ച് നിർത്തുക, ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ വീട് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക, അതാണ് വേണ്ടത്. അല്ലാതെ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വളരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളുടെ വില ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. താങ്കൾ ഒരുപാട് ആൾക്കാരുടെ ഭയങ്കരമായിട്ട് പുകഴ്ത്താനുണ്ട്, പക്ഷേ നേരെ മറിച്ച്
കുറച്ച് എന്നാ പറയേണ്ടത്, കുറച്ച് ഇതൊക്കെയുള്ള ആൾക്കാർ നോക്കുമ്പോൾ ഇതൊരു കോമഡി പരിപാടിയാണ്. ഇതൊരു കോമഡി പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. രേണു സുധിയോടും തങ്കച്ചനോടും നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ ഇതൊരു കോമഡി പരിപാടി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒത്ത എതിരാളിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾക്ക് ഒത്ത എതിരാളിയാണോ ഈ രേണു സുധി? ഒരിക്കലും അല്ല. രേണു സുധി നിങ്ങൾക്ക് ഒത്ത എതിരാളിയല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, 24 അവിടെ വരുമ്പോഴും മറ്റുള്ളവർ വരുമ്പോഴും ഒക്കെ നിങ്ങൾ ഇതൊരു വിവാദമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെയും ലക്ഷ്യം ഫെയിം തന്നെയാണ്, അല്ലാതെ കൊല്ലസുധിയോടുള്ള അമിത ആരാധന കൊണ്ടൊന്നല്ല നിങ്ങൾ വീട് വെച്ച് കൊടുത്തത്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ വർഷത്തിൽ ഓരോ വീട് ഞങ്ങൾ വെച്ച് കൊടുക്കാറുണ്ടെങ്കിൽ, അങ്ങനെയുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവനല്ലേ നിങ്ങൾ വെച്ച് കൊടുക്കുക. 24 വെച്ച് കൊടുക്കുമെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഒക്കെ ചാടി വേണ്ട ആവശ്യമുണ്ടോ? 24ഉം സുരാജ് വെഞ്ഞാറും കൂടെ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ 20 വീട് വെച്ച് കൊടുക്കാൻ കഴിയും. അപ്പം അവിടെ കയറി ചാടി വേണ്ട ആവശ്യമില്ലല്ലോ. അവരങ്ങനെയെങ്കിലും 10 പൈസ മുടക്കട്ടെ എന്നല്ലേ വിചാരിക്കണ്ടോ? അതല്ലേ വിചാരിക്കേണ്ടത്. അല്ലാതെ അവിടെ കിടന്ന് ചാടി വീണിട്ട് എന്തിനിങ്ങനെ ഇപ്പോഴും കിടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്, താങ്കളുടെ ഇന്നത്തെ സംസാരം തന്നെ എന്ന് പറഞ്ഞൊരു സത്യമില്ലാത്തതാണ്. അതായത് ഒരു എന്താ പറയേണ്ടത്, ഒരു പിന്നെ എന്നാ എങ്ങനെ ഇവിടുന്ന് ഓടി ഒളിച്ച് രക്ഷപ്പെടാം എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് താങ്കളുടെ വർത്താനത്തിൽ നിന്ന്. രേണു സുധീൻ്റെ വർത്താനം നോക്കണ്ട. രേണു സുധി വാ പോയ കോടാലിയാണ്. എവിടെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അങ്ങ് വിളിച്ച് പറഞ്ഞു കളയും. അതാണ് മനസ്സിലായി. അതിന് അത്രേ ഒരു വില കൊടുത്താൽ മതി. പക്ഷേ താങ്കൾ പറയുമ്പോൾ താങ്കൾ സൂക്ഷിക്കണം. കാരണം താങ്കൾ അതുപോലെയല്ല. അത് മനസ്സിലാക്കണമായിരുന്നു. അപ്പം എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒന്നുകിലേ പരിപാടികൾ നിങ്ങൾ നിർത്തുക, ഈ പരസ്പരം ഭാര്യ എറിയുന്നത് നിർത്തുക. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നാ വേണ്ടത് വെച്ചാൽ തീരുമാനം എടുക്കുക. ഇപ്പോഴെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് രേണു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ താങ്കൾക്ക് മാന്യമായിട്ട് പോയിട്ട് കേസ് കൊടുക്കുക. അതാ എന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതെന്താണ് ഉദ്ദേശം എന്ന് എനിക്ക് തെളിയിച്ചു തരണം. അത് താങ്കൾ പറഞ്ഞില്ല. താങ്കൾക്ക് അതിന് താല്പര്യമില്ല, ഇത് തീർക്കാൻ താങ്കൾക്കും താല്പര്യമില്ല. താങ്കൾക്ക് ഇതിങ്ങനെ അങ്ങ് പോകണം, അത് തന്നെയാണ് താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 2 വള്ളത്തിൽ കാല് ചവിട്ടല്ലേ. പലപ്പോഴും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് താങ്കൾ രേണുവിൻ്റെ ഭാഗത്ത് കൂടുന്ന വലിയും. ഇന്ന് തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, രേണുവിനെ ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട്. അതാണ്, ഞാൻ രേണുവിനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട് എന്നല്ലേ. എന്തിന് രേണുവിനെ താങ്കൾ പേടിക്കണം? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം താങ്കൾ പറയുന്നതെല്ലാം കേട്ട് വേണമെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇടാം, ഫിറോസ് ഭായി കേട്ടില്ലേ, ഫിറോസെ അടിപൊളി കേട്ടാ, ഫിറോസ് ഇങ്ങനെ വേണം മറുപടി കൊടുക്കാൻ, ഫിറോസെ അവളുടെ മോന്തൊക്കെ ഇട്ട് കൊടുക്കണം, ഫിറോസ് ഇതാണ് മറുപടി ഫിറോസെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് ചെയ്യാൻ അതിൻ്റെ അകത്ത് കൊണ്ടു. ഇതുപോലെ എനിക്കും കൊടുക്കാം. പക്ഷേ അതുകൊണ്ടായോ സൂക്ഷിച്ച് പറ. അതുകൊണ്ടാണ് പറയുന്നത് ചില കാര്യങ്ങൾ. അതായത് ഇപ്പം നമ്മളൊക്കെ പിന്നെ വീഡിയോ ഇടുന്നുണ്ട്, നമ്മളെ കാര്യങ്ങൾ വന്നിട്ട് തെറി പറയുന്നുണ്ട്, പറഞ്ഞോട്ട് അത്രേ ഉള്ളൂ. നമുക്ക് കേൾക്കാൻ പറ്റാതെ തെറി നമ്മൾ ചോദിച്ചു, ഇവിടെ എന്തോ അങ്ങനെ പറഞ്ഞു ചോദിക്കും, അത്ര തന്നെ. ഇനി നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ പോയിട്ട് മൈൻഡ് നോക്കണേ എന്ന് പറയും, അത്രയേ ഉള്ളൂ. മനസ്സിലായി. ഇതേപ്പോഴും ഫിറോസിന് എന്നാൽ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചാൽ ധൈര്യം ഉണ്ടെങ്കിൽ നീ പോയി എൻ്റെ പണി നോക്കണേ എന്ന് പറയുമായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് ഞാൻ അങ്ങനെ ചെയ്യോ ഇങ്ങനെ എന്തിനങ്ങനെ പറയുന്നത്? താൻ തന്നെ പണി നോക്കണമെന്ന് പറയും, അത്ര തന്നെ. അല്ലാതെ വേറെ എന്ത് പറയാനാ? നന്ദി നമസ്കാരം, വേറെ ഒന്നും പറയാനില്ല. ഇനിയെങ്കിലും നിർത്ത മക്കളെ. കണ്ടന്റ് ഒയ്യോ കേട്ട് ഇത് കേൾക്കുമ്പോൾ ഇപ്പം എന്തോ ഒരു അലർജി ആയിട്ടാ തോന്നുന്നു. അലർജി കഷ്ടം തന്നെയായിരുന്നു. രേണും കണക്കന്നെ, വീട് കൊടുത്താളും ഉണ്ടാക്കിയാളും എല്ലാം കണക്കന്നെ. കൊല്ലത്തുതി രക്ഷപ്പെട്ടു, ഭാഗ്യം. അയാൾ ഓടി രക്ഷപ്പെടുക ചെയ്തത്. ബൈ.